നമസ്കാരം. ഇന്ന് നമ്മൾ ബിസിനസ് 360യുടെ ഒരു ഫീച്ചർ പഠിക്കാൻ പോവാണ്. QR കോഡ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. QR കോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. QR കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ് QR കോഡ്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ലിങ്ക് അയക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ QR കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിന്റെ താഴെ ലിങ്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല, ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു QR കോഡ് കൊടുത്തിട്ട് ജനങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഈ QR കോഡ് വേണമെങ്കിൽ സ്കാൻ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് QR കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് ട്രാഫിക് വന്നിട്ടുണ്ടെന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അനലിറ്റിക്സ് യൂസ് ചെയ്യാം, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. ചില പ്ലാറ്റ്ഫോമിൽ അനലിറ്റിക്സും ചില പ്ലാറ്റ്ഫോമിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയാം. അതുപോലെ QR കോഡിലും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്ര പേര് QR കോഡ് സ്കാൻ ചെയ്തു, എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബിസിനസ് 360യിൽ നിങ്ങൾക്ക് എത്ര QR കോഡ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പല പല സ്ഥലങ്ങളിലാണ് അതിന്റെ യൂസ് കേസ് വരുന്നത്, ഡിപ്പെൻഡിങ് അപ്പോൺ ബിസിനസ്. ഇത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു QR കോഡാണ്. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള QR കോഡ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ ബിസിനസ് 360യിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഒരുപാട് ഓപ്ഷൻസിൽ ഒന്നാണ് QR കോഡ്. ഇവിടെ ന്യൂ എന്ന് കാണാം QR കോഡ്. ഇവിടെ ഞാൻ ആദ്യം നിങ്ങൾക്ക് അനലിറ്റിക്സ് കാണിച്ചു തരാം, എന്നിട്ട് QR കോഡ് ക്രിയേഷനിലേക്ക് പോകാം. അപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന QR കോഡിന്റെ സ്കാനിങ് ആണ്. യൂണീക് സ്കാൻസ്, യൂണീക് QR സ്കാൻ എന്ന് പറഞ്ഞാൽ QR സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് സ്കാൻ ചെയ്തു എന്നും, യൂണീക് QR സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു യൂണീക്ക് ഇപ്പോൾ നിങ്ങൾ ആഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് രണ്ട് പാരാമീറ്റേഴ്സ് കാണിക്കും. ഒന്ന് ഇംപ്രഷൻസ്, രണ്ട് റീച്ച്. ഇംപ്രഷൻസും റീച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളുടെ പരസ്യം ഒരു 1000 പേരിലേക്ക് എത്തി. ഇത് 1000 വ്യക്തികളാണ്. 1000 എന്ന് പറയുന്നത് റീച്ചാണ്. ഇംപ്രഷൻ എന്ന് പറയുന്നത് ഈ 1000 പേർക്ക് 10 പ്രാവശ്യം വെച്ച് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇംപ്രഷൻ 1000 × 10 10,000 ആണ്. അപ്പൊ 10,000 ഇംപ്രഷനിൽ 1000 റീച്ച്. പൊതുവെ റീച്ചിനേക്കാളും കൂടുതലായിരിക്കും ഇംപ്രഷൻ, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. അതുപോലെ ഇവിടെ യുണീക്ക് QR സ്കാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് സ്കാൻ ചെയ്തു, QR സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ എത്ര പ്രാവശ്യം സ്കാൻ ചെയ്തു, അതിന്റെ ടോട്ടലാണ് QR സ്കാൻസ്. ഓക്കെ, അപ്പോൾ QR കോഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഫണല്, വെബ്സൈറ്റ്, എന്തിന്റെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏതിനാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് QR നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും ഇത് നിങ്ങൾക്ക് എത്ര സ്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇത് ആക്ച്വലി ഭയങ്കര പവർഫുൾ ആണ്. പലപ്പോഴും നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ ഇപ്പൊ നിങ്ങൾ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടുവരികയാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാഫിക് എടുക്കണം. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മൾട്ടിപ്പിൾ QR കോഡ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരെണ്ണം ഓഫ്ലൈനിൽ കൊടുക്കാം, ഒരെണ്ണം ഹോർഡിങ്സിൽ കൊടുക്കാം, ഒരെണ്ണം ഫേസ്ബുക്കിൽ കൊടുക്കാം, ഒരെണ്ണം ഗൂഗിളിൽ കൊടുക്കാം. എന്നിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം സ്കാനിങ് വന്നിട്ട് സെയിൽസ് വരുന്നത് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും, വെബ്സൈറ്റ് ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഏതിൽ നിന്നാണ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വന്നത്, അല്ലെങ്കിൽ പേയ്മെന്റ് ലിങ്കിലേക്ക് വന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോ QR കോഡിന്റെയും ട്രാഫിക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ശരിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്തത് ഓഫ്ലൈൻ ഹോർഡിങ്സ് ആണോ, അതോ പേപ്പർ ആണോ, അതോ ഫേസ്ബുക്ക് ആണോ, ഗൂഗിൾ ആണോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. അതാണ് QR കോഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് QR കോഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ക്രിയേറ്റ് QR കോഡ്. ഓക്കെ, QR കോഡിന് പേര് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ വൈറൽ ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കുകയാണ്. വൈറൽ ലീഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പേര് മാത്രമാണ്. എന്നിട്ട് ഇവിടെ QR കോഡിന്റെ ടൈപ്പ് ലിങ്ക് ടു എനി വെബ്സൈറ്റ്, ലിങ്ക് ടു എനി റിവ്യൂ പേജ്. അപ്പോൾ ഞാൻ ഇവിടെ ലിങ്ക് ടു എനി വെബ്സൈറ്റ് എടുത്തു. വെബ്സൈറ്റ് എടുത്തതിന് ശേഷം ക്ലിക്ക് നെക്സ്റ്റ്. വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ ഇപ്പൊ ഞാനിവിടെ കൊടുക്കുകയാണെങ്കിൽ viralleads.com, ജസ്റ്റ് സാമ്പിൾ ആണ്. ഇങ്ങനൊരു വെബ്സൈറ്റ് ഒന്നും ഇല്ല, ഞാൻ വെറുതെ കൊടുക്കുന്നതാണ്. viral leads. ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല.
ലീഡ്സ് എടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓക്കെ, സോ viralleads.com. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മളിവിടെ കൊടുക്കുന്ന ഇതിനനുസരിച്ചിട്ട്, നമ്മുടെ വെബ്സൈറ്റിനനുസരിച്ചിട്ട് ഇവിടെ QR കോഡ് ജനറേറ്റ് ആയി. ഇനി ക്ലിക്ക് നെക്സ്റ്റ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇനി ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അപ്പൊ ഈ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത് ബ്യൂട്ടിഫുൾ ആക്കാം. ബ്യൂട്ടിഫുൾ ആക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡിസൈൻ ഒരു പാറ്റേണിലായിരിക്കും, അതിന്റെ ഇടയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്ലേസ് ചെയ്താൽ ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അതുമായി ഡിസൈനുമായിട്ട് സീംലെസ് ആയിട്ട് ഇഴകി ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പ്ലസ് ഇനിയിപ്പോ ഇപ്പൊ ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്രീ QR കോഡ് ജനറേറ്റർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോംസ് കിട്ടും. അതിലൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സമയത്ത് അത് പെയ്ഡ് ആണ്, അത് ഫ്രീ അല്ല. അപ്പോൾ പെയ്ഡ് ആയിട്ടൊരു ഒരു കസ്റ്റമൈസ്ഡ് QR കോഡ് കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ലൈക്ക് നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള എന്തോ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രീമിയം ഫീല് നിങ്ങളുടെ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാൻവയിൽ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ കളേഴ്സ് ഒന്ന് കോപ്പി ചെയ്യാം. സോ ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ കളേഴ്സ് ഈ ലോഗോയിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഞാൻ 3 ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ക്യാൻവ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു, വളരെ സൂപ്പർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോൾ ക്യാൻവയുടെ പുതിയ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇന്നലെ പുതിയ ഒരുപാട് എന്താ പറയുന്നത്, ഒക്ടോബർ അങ്ങനെ എന്തോ, ഒക്ടോബർ ഡ്രോപ്പ് എന്നോ അങ്ങനെ എന്തോ ഒരു കുറെ അടിപൊളി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇന്നലെ. പുതിയ പുതിയ പ്രോയിലാണ് വന്നിരിക്കുന്നത് കൂടുതലും. അപ്പൊ ഞാനിവിടെ ഒരു കളർ ആഡ് ചെയ്യാണ്. സോ ഇവിടെ വൈറൽ ലീഡ്സിന്റെ ഒരു കളർ ഇതാണ്, മറ്റൊരു കളർ ഇതാണ്, പിന്നെ ഈ ഒരു കളർ ഉണ്ട്, പിന്നെ ഈ ഒരു കളർ ആഡ് ചെയ്തു. അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്, ഈ ലോഗോനകത്തുള്ളത്. അപ്പൊ ഈ കളേഴ്സ് വെച്ചിട്ട് വേണം നമുക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എങ്ങനെ കളേഴ്സ് പിക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ, ക്യാൻവ എടുത്തു കഴിഞ്ഞാൽ ക്യാൻവയിൽ നിങ്ങൾക്ക് കളേഴ്സ് പിക്ക് ചെയ്യാം. ഇത് കളർ കോഡാണ്, ഈ ഓരോ കളറിന്റെ കോഡാണ്. ഇനി ഈ കളർ നമുക്ക് നോക്കാം. ഇങ്ങനെ ഓരോ കളർ കോഡും നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കളർ കോഡ് നമുക്ക് കിട്ടി. അപ്പൊ ഇതിനകത്ത് ഇനി എങ്ങനെ നമുക്ക് ഡിസൈൻ കൊടുക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു വളരെ വൈബ്രന്റ് ആയിട്ടൊരു കളറായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ കളർ നമുക്ക് പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദിസ്. ഓക്കെ, നൗ മാർക്കർ ബോർഡർ കളർ കൊടുത്തു കഴിഞ്ഞാൽ നന്നാവും തോന്നുന്നു. മാർക്കർ ബോർഡർ നമ്മളിപ്പോ ഈ ഒരു കളർ കൊടുത്തു. ഇനി ഈ കളർ നമുക്ക് വേണമെങ്കിൽ QR കൊടുക്കാം. ഡോട്ട്സ് കളർ, ദെൻ വേണ്ട, ഡോട്ട്സിന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലത്. ഇത് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. വേണ്ട, ഇത് ബോറാണല്ലേ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. പോരാ, ഡോട്ട്സ്. ഓക്കെ, ഞാനിവിടെ ഒരു സാമ്പിൾ കാണിക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, നമുക്ക് ഈ ഒരു പാറ്റേൺ ലോക്ക് ചെയ്യാം. ഇനി ഇതിനകത്ത് ഷേപ്പ് മാറ്റാം. നിങ്ങൾക്ക് ഇതിനെ ഈ കാണുന്ന ടൈപ്പിലൊക്കെ മാറ്റാം. ഡോട്ട്സിനെ നിങ്ങൾക്ക് ഈ കാണുന്ന രീതികളിലൊക്കെ മാറ്റാം.
സോ ഞാനിപ്പോൾ ഈ ഒരു പാറ്റേണിലേക്ക് മാറ്റി. ഇനി റൗണ്ട് ആക്കണോ സ്ക്വയർ ആക്കണോ? സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് റൗണ്ട്. മാർക്കർ സെന്റർ റൗണ്ട്, ഇത് നമുക്ക് സർക്കിൾ ആയിരിക്കും നല്ലത്. ഇനി നമുക്ക് ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ലോഗോ ആഡ് ചെയ്യാം. ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ വൈറൽ ലീഡ്സിന്റെ ലോഗോ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗോ നമ്മൾ ഇൻസേർട്ട് ചെയ്തു, അത് സെന്ററിൽ വന്നു ലോഗോ. ഇപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കത് മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ലോഗോ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആക്കണമെങ്കിൽ പ്ലെയിൻ ആക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിടാം. ഇപ്പോൾ ഇത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് QR കോഡായിട്ട് മാറി. ഇനി പേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ട്രാൻസ്പെറൻസി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ട്രാൻസ്പെറൻസി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി QR കോഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്താണോ പോസ്റ്ററിന്റെ, ആ ഒരു പോസ്റ്ററിന്റെ ഇത് തീമിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആസ് സച്ച് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു നല്ല ഡിസിഷൻ ആയിരിക്കില്ല, എങ്കിലും നമുക്ക് നോക്കാം അതെങ്ങനെ വരും നോക്കാം. ഒരു സാമ്പിൾ വേണമെങ്കിൽ കൊടുത്തു നോക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഇത് നിങ്ങൾ പോസ്റ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. ആൻഡ് ഡൗൺലോഡ്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ വൈറൽ ലീഡ്സിന്റെ QR കോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് നിങ്ങൾ ഇതിന്റെ അനലിറ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈറൽ ലീഡ്സിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് സ്കാനിങ് ഒന്നുമില്ല. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ അനലിറ്റിക്സ് കാണാൻ പറ്റും. എത്ര പേര് നമ്മളുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ. ഇപ്പൊ നിങ്ങൾ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഇൻസേർട്ട് കൊടുക്കുമ്പോൾ, ന്യൂസ് പേപ്പറിന്റെ കൂടെ നമ്മൾ പലപ്പോഴും ലോക്കൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ഫ്ലയേഴ്സ് പ്രിന്റ് ചെയ്തിട്ട് പേപ്പറിന്റെ കൂടെ കൊടുക്കും. അപ്പൊ അതൊക്കെ സ്കാൻ ചെയ്യുന്ന ആൾക്കാർ എത്ര പേര് സ്കാൻ ചെയ്തു? ഇപ്പൊ നിങ്ങൾ 2 ലൊക്കേഷനിലേക്ക് വിട്ടു. ഇപ്പൊ ഞാൻ ഇവിടെ എറണാകുളത്താണ് ഉള്ളത്. അപ്പൊ ഞാൻ എറണാകുളത്ത് നിന്ന് തെക്കോട്ടൊരെണ്ണം വിട്ടു, വടക്കോട്ടൊരെണ്ണം വിട്ടു. അപ്പൊ തെക്കുന്ന് എത്ര സ്കാൻ വന്നു, വടക്കുന്ന് എത്ര സ്കാൻ വന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് QR കോഡ്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആ QR കോഡ് നമുക്ക് എങ്ങനെ ഒരു ഡിസൈനിൽ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാണ്. അപ്പൊ പോസ്റ്റർ ഡിസൈനിൽ സേ ഓക്കെ. സോ ഇവിടെ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി ഇപ്പോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഇതിനെ വലുതാക്കാം. സ്പെഷ്യൽ ഓഫർ. ഇതിനകത്ത് നമുക്ക് QR കോഡ് ഇൻസേർട്ട് ചെയ്യാം. ഇത് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാൻവയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന QR കോഡിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇതിങ്ങനെ മൊബൈലിൽ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കാം. സ്കാൻ ദ QR. സ്കാൻ ദ QR. Scan the QR to get 50% off. Scan the QR to get 50% off. ഓക്കെ, ഡൺ. അപ്പൊ ഇത് കുറച്ചും കൂടെ വലുതാക്കേണ്ടി വരും. ഇത് തീരെ ചെറുതാണ്. നമുക്ക് ഒരു കൊടുത്തിട്ട്
ഞാനിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ ഈ വെബ്സൈറ്റ് എക്സിസ്റ്റിംഗ് അല്ല. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരു പോസ്റ്ററിൽ ആ QR ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ ആൾക്കാർക്ക് സ്കാൻ ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം, ഇതിനകത്ത് സ്കാൻ വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാം. കണ്ടോ, ഇപ്പൊ ഇവിടെ സ്കാൻ വന്നിട്ടുണ്ട്, ഒരു സ്കാൻ, യുണീക്ക് സ്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര പേര് സ്കാൻ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനിത് ചെയ്യുന്ന സമയത്ത് വേറെ ആരെങ്കിലും സ്കാൻ ചെയ്തെന്ന് അറിയില്ല, യുണീക്ക് സ്കാൻ 3 വന്നിട്ടുണ്ട്. എനിവേസ്, സോ ഇത് നിങ്ങൾക്ക് ബിസിനസ് 360യുടെ ഒരു പുതിയ ഫീച്ചറാണ്. QR കോഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഇതുപോലെ, എന്നിട്ട് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യാം. അപ്പോൾ യൂണീക്ക് ട്രാഫിക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലിങ്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ QR കോഡ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത സെഷനിൽ ബിസിനസ് 360യുടെ പുതിയൊരു ഫീച്ചറിനെ കുറിച്ച് പരിചയപ്പെടാം.